ജോളീസ് കുലിനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചൂരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂരത്തോരൻ. അതിന് വേണ്ടിയിട്ട് ഒരു 10 പീസ് മീൻ ഞാൻ പാത്രത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഈ മീൻ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആണ് ഇട്ടിട്ടുള്ളത്. 10 പീസ് ചൂരമീനാണ്. വേവട്ടെ. അപ്പോൾ ചൂരത്തോരന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ നിറയെ തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ നമ്മൾ തോരത്തിന് അരക്കില്ലേ, അതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ചൂരമീൻ വെന്തിട്ടുണ്ട്. നമുക്ക് മീൻ പൊടിച്ചെടുക്കാം ചെറുതായിട്ട്. ഇതിലുള്ള മുള്ളൊക്കെ സൂക്ഷിച്ച് മാറ്റണം. കണ്ടോ, ഇങ്ങനെ മുള്ളൊക്കെ വരുന്നത് മാറ്റി വെക്കണം. അപ്പോൾ മീനും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അധികം മാക്സിമം മുള്ളില്ലാത്ത പീസ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ 1-2 കൊച്ചു പീസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് 1 ബൗളോളം സവോളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ്. അത് രണ്ടും പകുതി ഇതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 5-6 വെളുത്തുള്ളി പീസ് ചതച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ സാധനങ്ങൾ വഴറ്റിയത് എണ്ണ തെളിഞ്ഞ് കണ്ടു തുടങ്ങി. അതിലേക്ക് നമ്മൾ തോരൻ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം എണ്ണയിലിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കും. ഇതിലേക്ക് കുറച്ച് പുളി മതി. കാരണം നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഒഴിക്കുന്ന അത്ര പുളിയുടെ ആവശ്യം ഇതിനില്ല. കുറച്ച് പുളി.
കുറച്ചുപ്പ്, വളരെ കുറച്ചുപ്പ് മതി. നമ്മൾ മീൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വളരെ കുറച്ചുപ്പ് രണ്ടാമത് ഇട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചൂരാക മിക്സ് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചൂര തോരൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.